ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് റമദാൻ 2 ഇന്നത്തെ നോമ്പൊക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു അറിയില്ല, കുഴപ്പമില്ലേനി. പിന്നെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളാണെന്ന്. അപ്പം ഫ്രണ്ട്സ്, ഞാൻ പെൽച്ചക്ക് നീച്ച് നിസ്കരിച്ച് പിന്നെ എൻ്റെ ഇവിടുത്തെ അടിച്ചാലും തുറക്കലും തിരുമ്പലും എല്ലാ പണിയും കഴിഞ്ഞ് പാത്രമോറിലൊക്കെ കഴിഞ്ഞിനി. അങ്ങനെ ഞാൻ പിന്നെ അപ്പം ഒരു 6 പിന്നെയും കിടന്നുറങ്ങി. 6 6:30 ആയിക്കോട്ടൊക്കെ കഴിഞ്ഞപ്പോത്തിന് അപ്പം ഞാൻ പിന്നെയും കിടന്നുറങ്ങി. 8 ആവാൻ നേരത്തെ എണീച്ച് അതോളം കിടന്നുറങ്ങി. ഒക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് കുളി മാത്രമേ ഉള്ളൂ. അപ്പം 10 നീച്ചിക്കണേ. അപ്പം നീച്ച് വൈകുന്നേരം വലിയ പണിയൊന്നുമില്ല. കാരണം ഇമ്മതാ ബിരിയാണി ഉണ്ടാക്കി ദമ്മിലിട്ടിച്ച് പോയിക്കണേ കടയിലേക്ക് പോയപ്പം. അതുകൊണ്ട് ഇന്നിച്ച് വലിയ പണിയില്ല. അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കിച്ച് പോയോണ്ട് നീച്ചുകുട്ടി നീച്ചിക്കണ കേട്ടോ. നീച്ചുകുട്ടി അപ്പം ഇപ്പം എന്തൊക്കെ ഉണ്ടാക്കണം ആലോചിക്കണം. വത്തക്ക ഉണ്ട്. അപ്പോൾ വത്തക്ക കൊണ്ട് ജ്യൂസ് അടിക്കും ചെയ്യാം. പിന്നെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പരിപാടിയേ ഉള്ളൂ, അല്ലാതൊന്നും ഇല്ല. അമ്മ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട് ബിരിയാണി നമ്മൾ പിന്നെ കറി ഇതൊന്നും വേണ്ടല്ലോ. അപ്പം ഞാൻ കട്ട്ലേറ്റിലേക്കെല്ലൊക്കെ റെഡിയാക്കി വെക്കണം. അരിഞ്ഞൊക്കെ റെഡിയാക്കി വെക്കണം. ഉണ്ടാക്കാൻ പറ്റൂല. ഉണ്ടാക്കണമെങ്കിൽ കാക്കു ബ്രെഡ് കൊണ്ടുവരണം. ബ്രെഡും റസ്കും കൂടി ഏതുമില്ല. അപ്പോൾ പിന്നെ കാക്കു വന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാൻ വിചാരിച്ച്. നീച്ചുകുട്ടിക്ക് ഞാൻ ഇന്നലത്തെ സമൂസ ഒന്ന് ബാക്കിയുണ്ടേനി, അതെടുത്ത് കൊടുത്തിക്കണം അടങ്ങിയിരിക്കാൻ വേണ്ടി. ഞങ്ങൾ പിഴിഞ്ഞ് വെച്ചിക്കണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ തൊളിച്ചേക്കണം. കാക്കുവിനെ കാണുന്നില്ല. കാക്കു വന്ന് നേരെ കടന്നൊക്കെയാണ് പണി ഒന്ന് കണ്ട് കൊയങ്ങിക്കട് പറഞ്ഞാണ്ട്. അപ്പോൾ വർക്കിംഗ് ഡ്രസ്സുമ്മ തന്നെയാണ്, അതാണ് ടീഷർട്ടൊക്കെ അങ്ങനെ. അപ്പോൾ കാക്കു വന്നിക്കാണ്ട് ബ്രെഡ് കൊടുന്നിക്കണേ. അപ്പം ഇനി കട്ട്ലേറ്റിൻ്റെ പണി തുടങ്ങാണ്. വീഡിയോ ഫ്രണ്ട്സ്, ഒക്കെ ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാണ്. കാക്കു വീഡിയോ എടുക്കാണ്. കുട്ടിൻ്റെ ഇവിടെ താഴത്ത് അവിടെ ആകെ നാശാക്കി ഇട്ടിക്കണേ. ഞാൻ നാർത്തൊക്കെ ഞാൻ പറഞ്ഞ സമൂസ തിന്നാൻ കൊടുത്ത സമൂസ മത്തക്കൊക്കെ ഒക്കെ തിന്നാൻ കൊടുത്തേ. ആകെ എറുമ്പ് തന്നിരിക്കണേ. ഞാൻ ഒക്കെ കഴിഞ്ഞിട്ട് ശരിയാക്കാനുണ്ട്. തട്ടിക്കുട്ടി നല്ല രസം. എന്താ ഇവിടെ പോയോ എറുമ്പിനെ പോയി പിടിച്ചാ അടുത്തിടാനായോ? അപ്പം ഞാൻ മുട്ടിയിലല്ല മൈദയിലാണ് മുക്കണത്. ഞാൻ ഇന്നലെ സമൂസക്ക് വേണ്ടി മൈദ ഉണ്ടാക്കിയപ്പം കുറച്ച് ഏറീനി. അപ്പം ഞാൻ ഫ്രിഡ്ജ് വെച്ചിനി. അപ്പം സെറ്റാക്കിയതാണ്. കട്ട്ലേറ്റ് ഉണ്ടാക്കാണ്. ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയാൽ ശരിയാവില്ല. വേറെ എങ്ങനെ ശരിയാക്കിയാലും ശരിയാവില്ല. കാക്കു ബിരിയാണി കുത്തി ശരിയാക്കാണ്. രാവിലെ അമ്മ വെച്ച് പോയത് എപ്പോഴാണ് എടുത്ത് നോക്കണത്. ചൂട് കുറച്ചെങ്കിലും നിന്നോട്ടെ ചേച്ചൻ. ചൂടൊന്നുമില്ല, രാവിലെ വെച്ചാൽ ചെറുതായി ചൂടുണ്ട് കേട്ടോ. അതെന്നെ ഞാൻ നോമ്പ് പറ്റിക്കണേ. ഇപ്പം കാക്കുവിന് ഇവിടെ പണിയാണ്. ഇവിടെ അൽമറ ഉണ്ടാക്കണം. ഞങ്ങളെ കട്ടിൽ കേടന്നില്ല. അപ്പം അതേക്ക് അൽമറ ആക്കിയിട്ടാണ്ട് കട്ടിലും കാക്കുണ്ടാക്കിയതാട്ടോ. കട്ടിൽ കുറേ മുന്നേ ഉണ്ടാക്കിയിരിക്കണേ. ഇത് കബോർഡ്. ഇപ്പം ഞങ്ങൾ രണ്ടാളൊറ്റക്കായപ്പം അൽമറയിലൊക്കെ സ്ഥലം, ഇവിടെ അൽമറ ഉണ്ട് കേട്ടോ, സ്ഥലം ബാക്കിയുണ്ട്. ഇപ്പം വിളമ്പാടുണ്ടായപ്പോഴേ അൽമറയിലൊന്നും സ്ഥലമല്ല.
അത് അടച്ചില്ലെങ്കിൽ പണിയാണ്. കഴിഞ്ഞില്ലേ? എന്താണ് സിംഗിൾ വെള്ളക്കെട്ട്? നല്ല താഴെ. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. അപ്പം ഫ്രണ്ട്സ്, ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ നോമ്പും വിശേഷങ്ങളും, നോമ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ.